नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 80. സുദാമ ബ്രാഹ്മണനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. പേജ് നമ്പർ 779. ജീവാത്മാക്കളുടെ എല്ലാം പരമാത്മാവും പരമപുരുഷനുമായ ഭഗവാൻ കൃഷ്ണന് ഓരോരുത്തരുടെയും ഹൃദയം നന്നായി അറിയാം. ബ്രാഹ്മണരായ ഭക്തന്മാരോട് അദ്ദേഹത്തിന് പ്രത്യേകമായ അനുഭാവമുണ്ട്. ബ്രാഹ്മണരെ ആരാധിക്കുന്നതിനാൽ അദ്ദേഹം ബ്രഹ്മണ്യദേവൻ എന്നറിയപ്പെടുന്നു. അതിനാൽ പരമപുരുഷനിൽ പൂർണ്ണമായും സമർപ്പിതാത്മാവായ ഭക്തൻ ബ്രാഹ്മണന്റെ നിലയിലെത്തിയിരിക്കുന്നു എന്നു പറയാം. ബ്രാഹ്മണനായി തീരാതെ പരമബ്രഹ്മത്തെ, അതായതു ഭഗവാൻ കൃഷ്ണനെ പ്രാപിക്കാനാവില്ല. ഭക്തന്മാരുടെ ദുഃഖത്തിന് അറുതി വരുത്തുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക താത്പര്യമുണ്ട്. അദ്ദേഹമാണു നിർമ്മല ഭക്തന്മാരുടെ ഏക ആശ്രയം. തങ്ങളുടെ പഴയ ബന്ധത്തെക്കുറിച്ച് സുദാമ വിപ്രനുമായി ഭഗവാൻ ദീർഘനേരം സംഭാഷണത്തിൽ മുഴുകി. തുടർന്ന് പണ്ടത്തെ സുഹൃത്തിന്റെ സമ്പർക്കം ആസ്വദിക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ മന്ദഹസിച്ചുകൊണ്ട് ചോദിച്ചു, പ്രിയപ്പെട്ട സുഹൃത്തേ, എന്താണ് അങ്ങ് നമുക്കായി കൊണ്ടുവന്നിട്ടുള്ളത്? എന്തെങ്കിലും സ്വാദിഷ്ടമായ ഭോജ്യങ്ങൾ അങ്ങയുടെ പത്നി നമുക്കായി തന്നയച്ചിട്ടുണ്ടോ? ഈ സംഭാഷണത്തിനിടയിൽ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തെ നോക്കി സ്നേഹപൂർവ്വം പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തുടർന്നു, പ്രിയപ്പെട്ട സുഹൃത്തേ, അങ്ങയുടെ ഗൃഹത്തിൽ നിന്നും നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഉപഹാരമെന്താണ്? വാസ്തവത്തിൽ തനിക്കു ഭക്ഷിക്കാൻ യോഗ്യമല്ലാത്ത നിസ്സാരമായ അവൽ തനിക്കു തരാൻ സുദാമാവു മടി കാണിക്കുന്നു എന്നു ഭഗവാൻ കൃഷ്ണനു മനസ്സിലായി. സുദാമ വിപ്രന്റെ മനസ്സറിഞ്ഞ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തേ, സത്യത്തിൽ നമുക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ല. എന്നാൽ സ്നേഹസൂചകമായി നമ്മുടെ ഭക്തന്മാർ എന്തെങ്കിലും സമർപ്പിച്ചാൽ അത് എത്ര നിസ്സാരമായാലും സന്തോഷപൂർവ്വം സ്വീകരിക്കും. നേരെ മറിച്ച് ഭക്തിശൂന്യർ എത്ര വിലപ്പെട്ട വസ്തുക്കൾ തന്നാലും അത് സ്വീകരിക്കാൻ നമുക്കിഷ്ടമില്ല. ഭക്തിയോടും പ്രേമത്തോടും കൂടി സമർപ്പിക്കുന്നവ മാത്രമേ നാം സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ നിർമ്മല ഭക്തന്മാർ ഒരു പൂവോ ഒരിലയോ അല്പം ജലമോ അതുപോലെ നിസ്സാരമായ ഏതു വസ്തുവും ഭക്തിയുത സേവനം കൊണ്ടു പൂരിതമാക്കി സമർപ്പിച്ചാൽ സന്തോഷപൂർവ്വം സ്വീകരിക്കുമെന്നു മാത്രമല്ല, സന്തോഷത്തോടെ ഭക്ഷിക്കുകയും ചെയ്യും.
വീട്ടിൽ നിന്നു കൊണ്ടുവന്ന അവൽ താൻ സന്തോഷപൂർവം സ്വീകരിക്കുമെന്നു സുദാമാവിപ്രനു ഉറപ്പു കൊടുത്തിട്ടും ലജ്ജ മൂലം അതു ഭഗവാനു സമർപ്പിക്കാൻ സുദാമാവിപ്രൻ മടിച്ചു. അദ്ദേഹം വിചാരിച്ചു, ഇത്ര നിസാരമായ വസ്തുക്കൾ ഞാൻ എങ്ങനെയാണ് കൃഷ്ണന് കൊടുക്കുന്നത്? ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹം തല കുമ്പിട്ടിരുന്നതേയുള്ളൂ. എല്ലാവരുടെയും ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും പരമാത്മാവായ ഭഗവാൻ കൃഷ്ണനു നന്നായി അറിയാം. ഓരോരുത്തരുടെയും സ്ഥിരനിശ്ചയവും ആവശ്യവും അദ്ദേഹത്തിനറിയാം. അതിനാൽ സുദാമാവിപ്രൻ തൻ്റെ അടുത്ത് വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യവും അദ്ദേഹത്തിനറിയാം. കടുത്ത ദാരിദ്ര്യം മൂലം പത്നിയുടെ അപേക്ഷയനുസരിച്ചാണ് അദ്ദേഹം വന്നിരിക്കുന്നതെന്നു ഭഗവാനു മനസ്സിലായി. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും സഹപാഠിയുമായ സുദാമൻ്റെ സൗഹൃദത്തിൻ്റെ ആഴമറിയുന്ന ഭഗവാന് ആ സൗഹൃദം സുദാമാവ് ഒരിക്കലും ഭൗതികമായ നേട്ടത്തിനു വേണ്ടിയുള്ള അഭിലാഷം കൊണ്ടു മലിനമാക്കിയിട്ടില്ലെന്നും അറിയാം. കൃഷ്ണൻ ചിന്തിച്ചു, സുദാമാവ് വന്നിരിക്കുന്നത് തന്നോടെന്തെങ്കിലും ചോദിക്കാനല്ല, ഭാര്യ നിർബന്ധിക്കയാൽ അവരുടെ തൃപ്തിക്കു വേണ്ടി എന്നെ കാണാൻ വന്നതാണ്. അതിനാൽ സ്വർഗാധിപതിയായ ഇന്ദ്രനു പോലും സങ്കല്പിക്കാനാവാത്തത്ര സമ്പത്തും ഐശ്വര്യവും അദ്ദേഹത്തിനു നൽകുമെന്നു ഭഗവാൻ കൃഷ്ണൻ തീരുമാനിച്ചു. ഹരേ കൃഷ്ണ.